ഇന്നത്തെ മത്സരശേഷം ഓവൻ കോയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ഓവൻ കോയിൽ എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളൊരു പരിശീലകനാണ്. അദ്ദേഹം എത്രത്തോളം മികച്ചൊരു പരിശീലകനാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശീലകനാണ്. ഇന്ത്യ നന്നായി അറിയാം. ജംഷഡ്പൂർ FC അതായത് ഒരു ആവറേജ് ടീമിനെ കൊണ്ട് അത് ഷീൽഡ് അടിപ്പിച്ചൊരു പരിശീലകനാണ്. സോ അങ്ങനത്തെ ഒരു പരിശീലകനെതിരെ കളിക്കുക എന്ന് പറയുന്നത് വളരെ ടഫാണ്. ബട്ട് നമുക്കിന്ന് വിജയം നേടിയെടുക്കാൻ സാധിച്ചു. എന്തായാലും മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞല്ല, നമ്മുടെ കമൻറ്റേറ്റർ അങ്ങോട്ട് ചോദിച്ചാണ്, നോവാസുദയെ പിടിച്ചു കെട്ടാൻ കുറച്ച് പാടുപെട്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ആ ഒരു രീതിയിൽ പാടുപെട്ടില്ല, എങ്കിൽ പോലും കുറച്ചുകൂടെ മികച്ച രീതിയിൽ തങ്ങളുടെ പ്ലേയേഴ്സ് കളിക്കേണ്ടായിരുന്നു. ബട്ട് നോവാസുദി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറാണ് ISL. നോവാസുദി മാത്രമല്ല, ഹിംനസ് ആണെങ്കിലും ലൂണയാണെങ്കിലും അത് കഴിഞ്ഞ് വന്ന പെപ്പറയാണെങ്കിലും ഇവരെല്ലാം വളരെ നന്നായി തന്നെ കളിച്ചു. വളരെ നന്നായി കളിച്ചെന്നല്ല, അവർക്ക് ആ ഒരു ടാലൻ്റ് അവരുടെ ഫ്രണ്ടിലുണ്ട്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു അറ്റാക്കിങ് അവർക്കുണ്ട്. സോ അതാണ് അവർക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കാരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ച് പെനാൽറ്റി കിട്ടേണ്ട കാര്യം പറഞ്ഞു. അതായത് ഒരു ഹെഡ് എന്ന് പറഞ്ഞൊരു സംഭവം ചെറുതായിട്ട് എന്തോ ഒരു പെനാൽറ്റി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. സോ അങ്ങനത്തെ പെനാൽറ്റി കിട്ടേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഓവൻ കോയിൽ പറയുന്നുണ്ട്. സോ എന്താണ് ഇന്നത്തെ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും ഓവൻ കോയിലിൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ്. എന്തായാലും അദ്ദേഹം ഇനിയും പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള അടുത്ത മാച്ചിൽ കാണാമെന്നാണ്. സോ അവിടെ കാണാം.